വോട്ടെണ്ണലിന്റെ അവസാനഘട്ടം വരെ UDF തരംഗത്തിൽ മണലൂരിലും വിജയിച്ചു കയറാൻ കഴിയുമെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ കരുതിയിരുന്നത്. എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ തൃശൂരിലെ UDF നേതൃത്വം ഞെട്ടി. കഷ്ടിച്ച് 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചത്. വോട്ടെണ്ണി കഴിയുമ്പോൾ പ്രൊഫസർ C രവീന്ദ്രനാഥിന് 65,337 വോട്ടുകളാണ് ലഭിച്ചത്. TN പ്രതാപന് ലഭിച്ചത് 65,211 വോട്ടുകളും. യഥാർത്ഥത്തിൽ TN പ്രതാപനെ വട്ടം കറക്കിയത് അപരനാണെന്നാണ് വോട്ട് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. TN പ്രതാപന്റെ അപരൻ A പ്രതാപൻ 184 വോട്ടുകൾ നേടിയതാണ് നിർണായകമായത്. അപരന് വോട്ട് പോയില്ലെങ്കിൽ TN പ്രതാപൻ വിജയിച്ചേനെ എന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം C രവീന്ദ്രനാഥിന്റെ അപരൻ രവീന്ദ്രനാഥ് കെയും വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. 234 വോട്ടുകളാണ് രവീന്ദ്രനാഥിന്റെ അപരൻ നേടിയത്. ഏറെ വൈകി രാത്രി 7:30യോടെയായിരുന്നു മണലൂർ മണ്ഡലത്തിലെ പ്രഖ്യാപനം വന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടിൽ TN പ്രതാപന് 3689 വോട്ടുകളായിരുന്നു ലഭിച്ചിരുന്നത്. രവീന്ദ്രനാഥിന് 3498 വോട്ടുകളും. അതായത് 191 വോട്ടുകളുടെ മുൻതൂക്കം TN പ്രതാപന് ഉണ്ടായിരുന്നു. രണ്ടാം റൗണ്ടിൽ രവീന്ദ്രനാഥ് 469 വോട്ട് ലീഡ് ചെയ്തു. 7ാം റൗണ്ട് വരെ രവീന്ദ്രനാഥ് തന്നെയായിരുന്നു മുന്നിൽ. 8ാം റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴേക്കും 1364 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ TN പ്രതാപൻ മുന്നിലെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണി തുടങ്ങിയതോടെ TN പ്രതാപന് തിരിച്ചടി സംഭവിക്കുകയായിരുന്നു. ഒടുവിൽ 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രവീന്ദ്രനാഥ് മുന്നിലെത്തി. ഇതോടെ TN പ്രതാപൻ കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി 5 VVPAT മെഷീനുകൾ വീണ്ടും എണ്ണാൻ ആവശ്യപ്പെടുകയായിരുന്നു. 200ഓളം തപാൽ വോട്ടുകൾ രണ്ടാമതും എണ്ണണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ പരിശോധനയിലൊന്നും പ്രതാപന് അനുകൂലമായ ഒന്നും തന്നെ ലഭിച്ചില്ല.